രാവിലെ എണീറ്റു. നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. വിൻഡോയിൽ നോക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പ് ആൻഡ് ഓഫ് കോഴ്സ് ദ വെയിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ വന്ന് നിൽക്കാനും ആ ഒരു തണുപ്പ് കൊള്ളാനൊക്കെ. ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു ആ തണുപ്പൊക്കെ. സാധാരണയാണെങ്കിൽ നമ്മളെല്ലാം പോയി ഹൂഡി എടുത്തിട്ട് ഇങ്ങനെ പുറച്ച് മൂടിയിരിക്കും. പക്ഷെ എനിക്കത് എൻജോയ് ചെയ്യണം. കാരണം നമുക്ക് എല്ലാം അപ്പോഴത്തേക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് മാക്സിമം എനിക്ക് കിട്ടുന്നതൊക്കെ ഞാനങ്ങ് എൻജോയ് ചെയ്യും. രാവിലെ എണീറ്റു, കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഡാഡി മമ്മി നടക്കാൻ പോയി. അപ്പോൾ അവർ വരുന്നിടം വരെ നമുക്ക് താഴെ ഹോട്ടലിൽ പോയിട്ട് താഴെ ഹോട്ടലല്ല, താഴെയൊക്കെ പോയി ഒന്നും കൂടെ കണ്ടിട്ട് വരാം. ഇതിവിടുത്തെ ഗസ്റ്റ് ഏരിയ ആണ്. നമുക്കിവിടെ വന്ന് ഇരിക്കും. ഇവിടെ വൈഫൈ ഉണ്ട്. ഇവിടെ എല്ലാ ഫ്ലോറിലും നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്, ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. റിസപ്ഷൻ ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഗസ്റ്റ് ഏരിയ വരുന്നത്. എനിക്ക് വന്ന് ഞാൻ ഫ്ലാസ്ക് ഒക്കെ വെച്ചിട്ട് പോയി ലിഫ്റ്റിൽ കയറി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് കയറുന്നത്. ഒറ്റയ്ക്ക് കയറി ഫ്ലാസ്ക് റൂമിൽ വെച്ച്. പക്ഷെ തിരിച്ചെനിക്ക് എവിടെ ഇറങ്ങണമെന്നറിയാം. ഗ്രൗണ്ടിലാണോ ഫസ്റ്റ് ഫ്ലോറാണോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നടന്നിറങ്ങിപ്പോൾ. ഇതാണ് പൂവ്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ഒറിജിനലാണ്. കണ്ടോ, ഒറിജിനലാണ്. ഈ സെക്കൻഡ് ടൈം എൻജോയിങ് ദ ലിഫ്റ്റ് എലോൺ, ഞാൻ മാത്രം. Yeah, we arrived to the third floor. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മൾ കീഴിടും. And we enter here and we have a toilet right to the left. We close it up. Toilet here. 2 chairs. ആ ടി വി വർക്ക് ചെയ്തില്ല. സെറ്റപ്പ് ബോക്സ് ഒക്കെ ഓണായി, പക്ഷേ ടി വി ഇത് എവിടെ കുത്തുമെന്ന് അറിയത്തില്ല. മിറർ, കബോർഡ്, ബെഡ് എല്ലാം കുളമായി കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. ആൻഡ് അഡീഷണൽ 2 beds, ലാൻഡ് ഫോൺ, then the window, ceilings too light, and there and here. പിന്നെ somebody വന്നു. ദിസ് ഇസ് ബാൽക്കണി വ്യൂ. ഇവിടെ ഞാൻ ബാൽക്കണി വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് പോത്ത് നല്ലോണം കാണാം. ഇപ്പം പോത്തിനെ നല്ലോണം ഞാൻ കാണിച്ചു തരാം. അതോ ബാൽക്കണി വ്യൂ നല്ലതല്ലേ? ഹസ്ബൻഡ് വരിക, ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. കണ്ടോ, നെക്സ്റ്റ് ഡേയിൽ ഞങ്ങളുടെ മോർണിംഗ് ഫുഡ് ഇഡ്ഡലി, പിന്നെ ഉപ്പുമാവ്, പിന്നെ ചട്നി, വട, സാമ്പാർ,
ടേസ്റ്റി ആയിട്ട് ചായ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റോമിങ്ങിന് ഇറങ്ങി ഹോട്ടൽ കാണാൻ. ബിഗ് ഗ്രൗണ്ട് പോലെ നമുക്ക് കിട്ടി ഇവിടെ. എനിക്കൊന്ന് മറ്റേ അത് ഫയർ എന്തോ പറയുന്നേ ഇതിനാ dandelion. I'm in the field of dandelions, wishing on everyone that you be mine. ആ സാധനമാണിത്. ജസ്റ്റ് കൊള്ളാല്ലേ. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഈ സാധനം. ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ടത്. ആ ഷോയും ഇവിടെയൊക്കെ അതിൻ്റെ സംഭവം പറന്നൊക്കെ പോയി കണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഫ്ലവേഴ്സാണ്. ഡാൻഡ്ലൈൻസ് കാണണമെങ്കിൽ ഡു വിസിറ്റ് ഹിയർ. എവിടെയൊക്കെ ഉണ്ട് 1 2 എന്തോ ഈ കുഞ്ഞ് ഫ്ലവേഴ്സ്, വൈറ്റ് ഫ്ലവേഴ്സ് അവിടെയൊക്കെ ഉണ്ട്. വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടോ. കോട്ടേജ് അത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയാലോ. നമ്മളവിടെ ഒന്നും കളിക്കൂല. അത് പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ. കോട്ടേജ് നല്ല തണുപ്പുണ്ട്, കൂടിയ വേറെ ഇതാ. പൈൻ ഫോറസ്റ്റ് അല്ല, വീണ്ടും എനിക്ക് തെറ്റിപ്പോയി. അല്ലെങ്കിൽ അതിൻ്റെ തടി കാണുമ്പോഴത്തേക്കും നമുക്ക് പൈൻ ഫോറസ്റ്റ് പോലെ ആണ്. ഇത് പൈൻ ഫോറസ്റ്റ്. ഇത് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റാണ്. എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഇത് അങ്ങനെ എൻട്രി ഉള്ള പൈൻ ഫോറസ്റ്റ് അല്ല. കൂണാക്കിയുടെ റൂട്ട് ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ ഇത് ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം പൂണ്ടി വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കൊടൈക്കനാലിൽ നിന്ന് കുറച്ച് ദൂരം പോകണം. ഒരു 20 ആണോ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, 26 ഒരു 28 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടുന്ന്. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് റൂട്ട് അറിയില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു വണ്ടിയുള്ളവർ പറഞ്ഞു അവരെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവരങ്ങോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അവരുടെ പിറകെ പോയി. മാപ്പും ഉണ്ടായിരുന്നു, പക്ഷേ റേഞ്ച് ഇല്ല. എയർടെലിനൊന്നും അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. ആ വില്ലേജിൽ അവർ കൃഷി ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. വെളുത്തുള്ളി, ഗാർലിക്, പിന്നെ അങ്ങനെ അവരുടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അവിടെ അവർക്ക് കുറേ ഫാംസൊക്കെ ഉണ്ട്. അവരവിടെ ഇങ്ങനെ കൃഷി ചെയ്യും. പളനി മല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ റൂട്ടിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. പൂണ്ടി വില്ലേജ് എടുത്തോ വീഡിയോ. പൂണ്ടി കൃഷിയാണ്. അതുകൊണ്ട് ആ ടെൻറ്റിനകത്തൊക്കെ കൃഷിയാണ്.
കഴിക്കാം. ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. ഷീപ്പ് ഫാമിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ടൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഷീപ്പ് മുകളിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ താഴെ ഇറങ്ങി വന്നു. ഇപ്പോൾ ഇവിടെ എൻട്രി ഇല്ലെന്ന് പറഞ്ഞു. അന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ എൻട്രി ഇല്ലെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പുറത്ത് നിൽക്കാൻ നേരത്തെ ഇങ്ങനെ വന്ന് എടുത്ത് അതുവരെ അത് മുകളിൽ നിൽക്കുമായിരുന്നു. തൊട്ടടുത്ത് വന്ന് നിൽക്കും. കയറ്റുവരിപ്പം കുളിപ്പിക്കത്തൊന്നുമില്ല, അഴുക്കായിട്ടിരിക്കുന്നു. പില്ലർ റോക്കിലാണ് നമ്മളിപ്പോൾ. ഇത് 12 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇതെല്ലാം ഒരു റൂട്ടിലാണ്. നമുക്ക് എൻട്രിയുടെ അവിടെ ആയിട്ട് നമ്മളിന്ന് ഇതിൻ്റെ ഫീസൊക്കെ വാങ്ങിക്കും. പാർക്കിംഗ് ഫീസ് എല്ലാം വാങ്ങിക്കും. അവിടെ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഗുണ കേവിനും അതുപോലെ പില്ലർ റോക്കിനും എല്ലാം നമുക്ക് ഒരേ ഫീ കൊടുത്ത് നമുക്ക് പോകാം. ഒരേ റൂട്ടിലാണ് ഇതെല്ലാം 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ വന്നാലേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ ഇതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഫീ കൊടുക്കണം. പില്ലർ റോക്ക് കയറാൻ വേണ്ടി ഫീ കൊടുക്കണം, ഗുണ കേവിന് ഫീ കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷേ ഇത് പാർക്കിങ്ങിനും എല്ലാ ഫീയും എൻട്രി ഫീ എല്ലാം ആയിട്ട് അവർ നേരത്തെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ ഫോമിങ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തും എന്തോ നമുക്ക് കയറി അവിടെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ നല്ല രസമാണ്. ഫോഗൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കയറി നിൽക്കാൻ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ താഴെ 20% താഴെ. ഇനി അങ്ങോട്ട് എന്തെല്ലാം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗുണ കേവ് കയറണമെന്നുണ്ടായിരുന്നു. മറ്റേ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ കയറിയായിരുന്നു. ഒന്നും കൂടെ കയറണമെന്നുണ്ടായിരുന്നു. അപ്പം നല്ല മഴയായി. പിന്നെ പില്ലർ റോക്കിൽ നിന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അപ്പം ഇനി അവിടെ കയറണോ വേണ്ടേ എന്നുള്ളതിങ്ങനെ ചിന്തയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഇനി കാണണോ എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുമായിരുന്നു. എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ ബ്ലോക്കും കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. എന്തായാലും ഗുണ കേവ് കണ്ടു. മഴ കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. മീനോട് അവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാലേ നമുക്ക് കേവൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. താഴെയൊക്കെ നോക്കി ഈ ട്രീസിൻ്റെയൊക്കെ റൂട്ടുകളാണ് ഫുള്ള്. ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പക്ഷെ മഴയാണ്, അത് നമ്മൾ കാലൊക്കെ തെന്നാൻ ചാൻസ് ഉണ്ട് നല്ലോണം. ഫുള്ള് വേരുകളാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക്. ഇതാണ് ഗുണ കേവ്. ഇയേഴ്സ് ബാക്ക്, അത് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു, ഇതൊന്നും ക്ലോസ്ഡ് അല്ലായിരുന്നു. ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി അപകടങ്ങളുണ്ടായതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ പുറത്ത് കുറേ ഐറ്റംസൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ വാങ്ങി കൊള്ളായിരുന്നു. ഇത് മഷ്റൂം കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റമായിരുന്നു. അത് നല്ല ടേസ്റ്റി ആയിരുന്നു, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. തിരിച്ചു പോയപ്പോഴും അതേപോലെ തന്നെ നല്ല മഴയായിരുന്നു. മഴയായിരുന്നെങ്കിലും കാണാൻ നല്ല രസമാണ്. ചെറിയ രീതിയിൽ ഫോഗും മഴയും ആ ഒരു ശബ്ദവും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. വണ്ടി കഴിയുമ്പോൾ ഒരു കാര്യം വേറെ വണ്ടിയില്ല.
ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലേക്കിലോട്ട് രാത്രി പോയായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നു, എനിക്ക് കുത്തിയിടാൻ പറ്റിയില്ല. സോ മൊബൈൽ ഹോട്ടലിലായിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് എടുത്തായിരുന്നു വീഡിയോ, അത് നോക്കട്ടെ, അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് നെക്സ്റ്റ് ഡേ, ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. അവിടുത്തെ ഫുഡായിരുന്നു. ടീ ഉണ്ടായിരുന്നു, കൂടെ നൂഡിൽസ്, പിന്നെ ടൊമാറ്റോ ചട്നി, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട. ബൊഫേ ആണ് അവിടെ. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി തിരിച്ച് ഞങ്ങൾക്കൊന്ന് ലേക്കിലോട്ട് പോകണമെന്ന് ഒരു ഇതുണ്ട്. ഞാൻ സൈക്ലിംഗ് ചെയ്തില്ലായിരുന്നു, സോ അതുകൊണ്ട് ഇപ്പോഴൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു. നമുക്ക് ഡബിളും സിംഗിളും ആണുള്ളത്. ഡബിളിനകത്ത് വരുന്നത് 150 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ സിംഗിൾ 100-നും 50-ക്കും വരുന്നുണ്ട്. എനിക്കിതല്ലായിരുന്നു എടുക്കാൻ താല്പര്യം, എനിക്ക് വേറൊരു സൈക്കിൾ എടുക്കാനായിരുന്നു താല്പര്യം. പിന്നെ ഞങ്ങൾക്ക് ലിമിറ്റ് ടൈമേ ഉള്ളായിരുന്നു. 9 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഫുൾ ചവിട്ടി തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 5 കിലോമീറ്റേഴ്സാണ് മൊത്തം ഉള്ളത്. പക്ഷേ ഞങ്ങൾ വെറും 15 മിനിറ്റ്സ് കൊണ്ട് ഇത് ഫുള്ള് ചവിട്ടി തീർത്തു. 8:28 ഞങ്ങൾ തുടങ്ങിയ സാധനം ഞങ്ങൾ 8:45 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളത് ചവിട്ടി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഈ കൊടൈക്കനാൽ ട്രിപ്പ്. എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാം കാണിച്ചു. ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.